നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്രമേൽ ആഗ്രഹിച്ച, അത്രമേൽ എഫേർട്ട് ഇട്ട, ഒരുപാട് ഫിനാൻഷ്യൽ കാര്യങ്ങൾ ചിലവഴിച്ച ആ ഒരു കാര്യം നമ്മുടെ കൺമുന്നിൽ നിന്ന് എഴുതി പോകുന്ന സമയത്ത്, നഷ്ടപ്പെടുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലേ, ഭയങ്കര വിഷമവും ഭയങ്കര സങ്കടവും. ആ സമയത്ത് നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, എന്താ പഠിച്ചോനെ എനിക്ക് മാത്രം ഇങ്ങനെ തരുന്നത്, എൻ്റെ ലൈഫിൽ നിന്ന് മാത്രം എന്താ ഇങ്ങനെയൊക്കെ നഷ്ടങ്ങൾ വരുന്നത്, തോൽവികൾ വരുന്നതെന്നൊക്കെ. ആ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ പടച്ച റബ്ബ് നമുക്ക് മുന്നിൽ എന്തോ ഒരു നല്ല കാര്യം വെച്ചത് കൊണ്ടാണ് നമുക്ക് ഇത്രയും എഫേർട്ട് ഇട്ട കാര്യം, ഇത്രയും ഫിനാൻഷ്യൽ ചിലവഴിച്ച കാര്യം, ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട സംഭവം നമ്മുടെ മുന്നിൽ നിന്ന് നഷ്ടപ്പെടുന്നത്. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരട്ടെ. 2 ദിവസം മുമ്പ് നമ്മളൊക്കെ നടുക്കിയൊരു വാർത്ത ഉണ്ടായിരുന്നു, അഹമ്മദാബാദിലെ ഫ്ലൈറ്റ് അപകടം. അതിൽ എത്രയോ മനുഷ്യജീവൻ പൊലിഞ്ഞു പോയി, നമ്മളെ കണ്ണ് നിറച്ചൊരു കാര്യമായിരുന്നു. ആ സമയത്ത് വന്നൊരു വാർത്ത ഉണ്ട്, 10 മിനിറ്റ് വൈകിയതുകൊണ്ട് ഒരു വ്യക്തിക്ക് ആ ഫ്ലൈറ്റ് നഷ്ടപ്പെട്ടെന്ന്. ആ വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഒരുപാട് പൈസ ചിലവാക്കിയെടുത്ത ടിക്കറ്റാവും, ഒരുപാട് ആഗ്രഹിച്ച യാത്രയും, ആ യാത്ര മുടങ്ങിയതിൻ്റെ പേരിൽ ആ വ്യക്തി ആ സമയം ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ അടുത്ത സമയം കേൾക്കുന്നത് ഈ ഫ്ലൈറ്റ് അപകടമാണ്. ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് ഒരുപാട് ആശ്വാസം ഉണ്ടാവും, കാരണം ആളുടെ ജീവൻ നഷ്ടപ്പെട്ടില്ല എന്നുള്ള ആശ്വാസം ആൾക്കുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൽ അത്രമേൽ സങ്കടങ്ങൾ വരും, അത്രമേൽ വിഷമങ്ങൾ വരും. പക്ഷേ വൺ തിങ്, നമ്മുടെ ജീവിതത്തിൽ എന്ത് നഷ്ടം വന്നോ അപ്പുറത്തെ സൈഡിൽ ഒരു നേട്ടം വരാനുണ്ട്. സോ അത് റിമൈൻഡ് ചെയ്യുക, എന്നിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ദാറ്റ്സ് ഇറ്റ്.